ഇത് മണ്ഡലകാലം. അയ്യപ്പൻ വിളക്ക് എന്ന ആചാരകലയെ കൈവിടാതെ മുറുകെ പിടിക്കുന്ന ഒരു കുടുംബമുണ്ട് ഒറ്റപ്പാലം കോതകുറിശ്ശിയിൽ. പരമ്പരാഗതമായി കൈമാറി വന്ന വിളക്ക് കലയിൽ പ്രാവീണ്യം തെളിയിച്ച അയ്യപ്പൻ വിളക്ക് സംഘം. നൂറുകണക്കിന് വേദികളിൽ പ്രാഗൽഭ്യം തെളിയിച്ച കോതകുറിശ്ശി വിളക്ക് സംഘത്തിന് നേതൃത്വം നൽകുന്ന ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാടിനെയും മക്കളെയുമാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. അയ്യപ്പ ഭക്തർക്ക് കോതകുറിശ്ശി ഉണ്ണി വെളിച്ചപ്പാട് എന്ന പേര് സുപരിചിതമാണ്. വൃശ്ചികം, ധനു, മകരം മാസങ്ങളിൽ കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിലുമായി അങ്ങോളം ഇങ്ങോളം നടത്തിവരാറുള്ള കലയും ആചാരവും ഇഴചേർന്നതാണ് അയ്യപ്പൻ വിളക്ക്. പലയിടങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുക. വാഴപ്പിണ്ടികൾ ഉപയോഗിച്ച് പ്രതീകാത്മക അമ്പലം സൃഷ്ടിച്ച് അയ്യപ്പനെ കുടിയിരുത്തി വിശ്വാസ സമൂഹം കൊണ്ടാടാറുള്ള ഒന്നാണിത്. ആ കലയെയാണ് ഈ കുടുംബം മുറുകെ പിടിച്ചു മുന്നേറുന്നത്. പിതാവ് ആപ്പൻ വെളിച്ചപ്പാടിൽ നിന്നുമാണ് ശ്രീധരൻ എന്ന ഉണ്ണി വെളിച്ചപ്പാട് അയ്യപ്പൻ വിളക്കിന്റെ ബാലപാഠങ്ങൾ പഠിച്ചെടുക്കുന്നത്. പിന്നീട് പുതുവായിൽ കൃഷ്ണൻകുട്ടി വെളിച്ചപ്പാടിൽ നിന്നും ഉപരിപഠനം നടത്തി. 9ാം വയസ്സിലാണ് ഈ മേഖലയിലേക്ക് ആദ്യമായി കടന്നു വന്നത്. ഞങ്ങൾ 5ാം ക്ലാസ് മുതൽ കഴിഞ്ഞ വഴിക്ക് തന്നെ ഞാൻ അച്ഛൻ്റെ കൂടെ ഈ അയ്യപ്പൻ വിളക്കിൻ്റെ കല പഠിച്ചു തുടങ്ങിയ ആളാണ്. കൂടെ എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അനിയൻ്റെ പേര് ദീപക്, എൻ്റെ പേര് ദിലീപ് എന്നാണ്. നമ്മുടെ വിളക്കിൻ്റെ ഇതിൽ അറിയപ്പെടുന്നത് കോതകുറിശ്ശി രാജു, കോതകുറിശ്ശി പവു എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്ന പേര്. നമ്മുടെ വിളിപ്പേര് അങ്ങനെയാണ്. പിന്നെ അച്ഛൻ്റെ കൂടെ ഞങ്ങൾ ഒരു 10 വർഷത്തിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾ അയ്യപ്പൻ വിളക്കിൻ്റെ എല്ലാ ഇതിലും ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ സജീവമായിട്ട് അച്ഛൻ്റെ കൂടെ ഈ വിളക്ക് കലയിൽ ഒരു നല്ല അംഗങ്ങളായിട്ട് ഞങ്ങൾ രണ്ടുപേരും പ്രവർത്തിച്ചു വരുന്നുണ്ട്. 65 വയസ്സ് പിന്നിട്ട ഉണ്ണി വെളിച്ചപ്പാട് ശാരീരിക അവശതകളെല്ലാം മറന്ന് ഇപ്പോഴും വിളക്കു സംഘത്തെ നയിക്കുകയാണ്. വൃശ്ചികത്തിലുള്ള വിളക്കുകൾക്കായി തയ്യാറെടുക്കുകയാണിവർ. ഞങ്ങൾ പൂർവികമായിട്ട് കോതകുറിശ്ശി അയ്യപ്പൻ വിളക്ക് സംഘം നടത്തി എൻ്റെ അച്ഛൻ കാരണന്മാരും എല്ലാവരും ആയിട്ട് നടത്തി തന്നതാണ്. ഞാനിപ്പോൾ 28 വയസ്സ് മുതൽ സ്വന്തമായി നടത്തുന്നുണ്ട്. ഞങ്ങൾ 35 പേര് ചെണ്ട, വാദ്യം, ഉടുക്ക് എല്ലാവരും ഈ പാർട്ടിയിലുണ്ട്. എല്ലാ വർഷവും ഞാൻ 20-17 വിളക്കുകൾ നടത്താറുണ്ട്, അയ്യപ്പൻ വിളക്കുകൾ. എൻ്റെ അച്ഛൻ്റെ പേര് ആപ്പൻ വെളിച്ചപ്പാട്, എൻ്റെ ചെറിയച്ഛൻ കൃഷ്ണൻകുട്ടി വെളിച്ചപ്പാട്, എൻ്റെ മക്കൾ 2 പേരും ഈ സംഘത്തിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് ഞങ്ങൾ അയ്യപ്പൻ വിളക്ക് ഇന്നും കൊണ്ടു നടത്തുന്നുണ്ട്. അനേകം തലമുറകൾക്ക് ഉടുക്കുപാട്ടിന്റെയും വെളിച്ചപ്പാട് നൃത്തത്തിന്റെയും അമ്പലം പണിയുടെയുമെല്ലാം പാഠങ്ങൾ പകർന്നു നൽകിയ ഈ ഗുരുനാഥൻ തന്റെ 2 മക്കളെയും ഇതേ വഴികളിലൂടെ കൈപിടിച്ചു നടത്തി. മക്കളായ രാജുവും ദീപക്കും ഇപ്പോൾ ഇതേ മേഖലയിൽ പ്രസിദ്ധിയാർജിച്ച കലാകാരന്മാരാണ്. 3 മാസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷമാണ് മണ്ഡലകാലത്തിലേക്ക് ഇവർ കടക്കുക. മകരവിളക്ക് കഴിയുന്നതുവരെയും വ്രതാനുഷ്ഠാനം തുടരും. ഈ രീതികളിലൂടെ കലയെയും വിശ്വാസത്തെയും ചേർത്ത് പിടിച്ച് ജീവിതത്തിൽ ആത്മസംതൃപ്തി കണ്ടെത്തുകയാണ് ഈ കുടുംബം. UTV ന്യൂസ്, പാലക്കാട്.